നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, വാർഡ് വിഭജനം സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപം ഉള്ളവർ ഡിസംബർ 3-ാം തീയതിക്കകം അഭിപ്രായം സമർപ്പിക്കണം. കരട് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. കളക്ടർമാർ നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗം അനുവാദം നൽകി. കരട് വിജ്ഞാപനം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും കളക്ടറേറ്റുകളിലും ലഭിക്കും. കരട് വിജ്ഞാപനം അനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ 1375, മുനിസിപ്പാലിറ്റി വാർഡുകൾ 128, കോർപ്പറേഷൻ വാർഡുകൾ 7 ഉൾപ്പെടെ 1510 വാർഡുകൾ വർദ്ധിക്കും. നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ 15,962 നിന്ന് 17,337 ആകും. മുനിസിപ്പാലിറ്റി വാർഡുകൾ 3,113 നിന്ന് 3,241, കോർപ്പറേഷൻ വാർഡുകൾ 414 നിന്ന് 421 ആകും. 2024 സെപ്റ്റംബർ 24-ന് വാർഡ് പുനർവിഭജനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. 3 ഘട്ടങ്ങളിലായാണ് പുനർവിഭജന പ്രക്രിയ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലും, 2ാം ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും, 3ാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെയാണ് വാർഡ് വിഭജനം. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ കളക്ടർക്ക് നേരിട്ടോ തപാലിലോ നൽകാം. ലഭിക്കുന്ന ആക്ഷേപങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. കളക്ടർ മുഖേനയാണ് അന്വേഷണം നടത്തുക. ആവശ്യമെങ്കിൽ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് വിവരശേഖരണം നടത്തും. കളക്ടർ ശുപാർശകളോടുകൂടി ഡീലിമിറ്റേഷൻ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കും. ആവശ്യമെങ്കിൽ പരാതിക്കാരെ നേരിൽ കണ്ട് കമ്മീഷൻ പരാതികൾ തീർപ്പാക്കും. അതിനുശേഷമാകും ആദ്യഘട്ട വാർഡ് പുനർവിഭജനത്തിൻ്റെ അന്തിമ വിജ്ഞാനം പുറപ്പെടുവിക്കുക. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.